എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ 6ാമത്തെ അധ്യായമായ സ്റ്റാഫിംഗ്, ഉദ്യോഗവൽക്കരണത്തിൻ്റെ മറ്റൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിൻ്റെ പ്രാധാന്യം, ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ട്രെയിനിങ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. ട്രെയിനിങ് എന്നാൽ എന്ത് എന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വാക്കിൻ്റെ അർത്ഥം അറിയാമെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് ഈസ് എസെൻഷ്യൽ ബിക്കോസ് വർക്ക് ഫോഴ്സ് ഈസ് ഇൻഎവിറ്റബിൾ അസറ്റ് ടു ആൻ ഓർഗനൈസേഷൻ. ട്രെയിനിങ് എന്ന്, പരിശീലനം എന്ന് പറയുന്നത് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം മനുഷ്യനെ കേന്ദ്രീകരിച്ചാണ് ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് ഒരു അഭിവാജ്യ ഘടകമാണ്. ദ മെയിൻ പർപ്പസ് ഓഫ് ട്രെയിനിങ് ഈസ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ജോബ് റിക്വയർമെൻറ്റ്സ് ആൻഡ് പ്രസൻറ്റ് കോമ്പിറ്റൻസി ഓഫ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ ഇപ്പോഴത്തെ കഴിവും എന്താണോ ഒരു ജോലി ചെയ്യാൻ ആവശ്യമായ കഴിവും ഇത് തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കുക. ട്രെയിനിങ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് നെവർ എൻഡിങ് പ്രോസസ്സ്. ഒരിക്കലും തീരാത്ത, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കേണ്ടതായ ഒരു പ്രവർത്തനമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. Proper training ensures greater efficiency, removes wastage and increase output. വളരെ കൃത്യമായി ഇതിനകത്ത് പറയുകയാണ്, 3 കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു. ഒന്ന്, ഗ്രേറ്റർ എഫിഷ്യൻസി, കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നു. റിമൂവ്സ് വേസ്റ്റേജ്, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളെ ഒഴിവാക്കാൻ കഴിയുന്നു. ഇൻക്രീസ് ഔട്ട്പുട്ട്, കൂടുതൽ ഫലങ്ങൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇനിയും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹെൽപ്സ് ബോത്ത് ദ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റും ഉണ്ട്, ഒരു സ്ഥാപനത്തിനും പ്രയോജനമുണ്ട്, ഒരു എംപ്ലോയി എന്ന് പറയുന്ന രീതിയിൽ ഒരു വ്യക്തിക്കും പ്രയോജനമുണ്ട്. നമുക്ക് ആദ്യം നോക്കേണ്ടത് ഒരു സ്ഥാപനത്തിന് എന്ത് പ്രയോജനമാണ് ഒരു ട്രെയിനിങ് മുഖാന്തരം ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ബെനിഫിറ്റ്സ് ടു ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിന് എന്തെല്ലാം പ്രയോജനമാണ് ഒരു ട്രെയിനിങ് കിട്ടിയ ജോലിക്കാരെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? ഒന്ന്, ട്രെയിനിങ് എൻഹാൻസസ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി ബോത്ത് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. നല്ല ട്രെയിനിങ് കിട്ടിയ ഒരു തൊഴിലാളിയാണ് എങ്കിൽ അവൻ ചെയ്യുന്ന ജോലിയുടെ എണ്ണവും കൂടുതലായിരിക്കും, ചെയ്യുന്ന ജോലി കൃത്യവുമായിരിക്കും. നല്ല ക്വാളിറ്റിയിൽ അവന് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവൻ്റെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് സ്പീഡിൽ അവന് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. 2, ട്രെയിനിങ് ഇൻക്രീസസ് എംപ്ലോയീസ് മൊറൈൽ ആൻഡ് റെഡ്യൂസ് ആബ്സെൻറ്റിസം ആൻഡ് എംപ്ലോയി ടേൺ ഓവർ. നല്ല ട്രെയിനിങ് കിട്ടിയ ഒരു എംപ്ലോയി ആണ് എങ്കിൽ അവന് സ്വാഭാവികമായിട്ടും കഴിവുള്ളത് കൊണ്ട് തന്നെ അവന് താല്പര്യമായിരിക്കും ആ ജോലി ചെയ്യാൻ വേണ്ടി. അവൻ ആബ്സെൻ്റ് ആകാതെ കൃത്യമായി ആ ജോലി ചെയ്യും. ഇവനെ മാറ്റി വെച്ചിട്ട് പുതിയൊരാളിനെ നിയമിക്കേണ്ടി വരില്ല. ചെയ്യുന്ന സമയത്ത് എംപ്ലോയിക്കും മാനസികമായൊരു സന്തോഷമുണ്ടാകും. ആൻഡ് 3rd, ട്രെയിൻഡ് എംപ്ലോയീസ് നീഡ് ലെസ് സൂപ്പർവിഷൻ. ആവശ്യമില്ലാത്ത സൂപ്പർവിഷൻ്റെ ആവശ്യം വരുന്നില്ല. സൂപ്പർവിഷനൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ അത്രയും കൂടെ ചിലവ് കൂടുതലാണ്. ഒരു സൂപ്പർവിഷൻ കൂടാതെ നമ്മൾ ഒന്നാമത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, ബോത്ത് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. സൂപ്പർവിഷൻ ഇല്ലാതെ തന്നെ. 4th, ദ അവൈലബിലിറ്റി ഓഫ് ട്രെയിൻഡ് പേഴ്സണൽ എൻഷുവേഴ്സ് ലോങ് ടേം സ്റ്റെബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. നല്ല ട്രെയിൻഡ് പേഴ്സൺസ് ആണ് എങ്കിൽ സ്ഥാപനത്ത് കുറേ കാലഘട്ടത്തിലേക്ക് നിലനിൽക്കും. അതേ കാരണം നല്ല കഴിവോടുകൂടി അവർ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സ്ഥാപനം നിലനിൽക്കും. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും സ്ഥാപനം ഉറച്ചു നിൽക്കും. അതുപോലെ തന്നെ ഏത് വിഷമഘട്ടത്തിലും അതിൻ്റേതായ രീതിയിൽ നിലനിൽക്കാനായിട്ട് കഴിയും, ഫ്ലെക്സിബിളായിട്ട് നിലനിൽക്കാനായിട്ട് കഴിയും. And 5th, a properly trained employee can handle machines and materials properly.
മനുഷ്യനെയും യന്ത്രങ്ങളെയും സാധനങ്ങളെയും ഒക്കെ തന്നെ നല്ലപോലെ ട്രെയിൻഡ് ആയ ഒരു എംപ്ലോയിക്ക് കൃത്യമായി ഉപയോഗിക്കാനായിട്ട്, കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് റിസൾട്ട്സ് ഇൻ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് ആൻഡ് ദെയർ ബൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് റെഡ്യൂസ്. അങ്ങനെ വരുന്ന സമയത്ത് ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ ഒഴിവാക്കാൻ, അതായത് പാഴാക്കി കളയുന്നത് ഒഴിവാക്കാൻ, കുറയ്ക്കുവാനൊക്കെ കഴിയും. അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ചെലവ് കുറയുകയും ലാഭം കൂടുകയും ചെയ്യും. ഈ 5 കാര്യങ്ങൾ സ്ഥാപനത്തിന് പ്രയോജനകരമായിട്ടുള്ളതാണ്. എന്നാൽ എംപ്ലോയിക്ക് പ്രയോജനകരമായിട്ടുള്ള 4 കാര്യങ്ങളിലൂടെ നമ്മൾ നോക്കുകയാണ്. 1, എംപ്ലോയി ക്യാൻ അക്വയർ ന്യൂ സ്കിൽസ് ആൻഡ് നോളജ് ത്രൂ ട്രെയിനിങ്. ദിസ് വിൽ ഹെൽപ്പ് ടു ഇംപ്രൂവ് ദെയർ കരിയർ. നല്ല ട്രെയിനിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോജനം ചെയ്യുന്നതാണ്. കാരണം അവന് വ്യക്തിഗതമായി അറിവും കഴിവുകളും പുതുതായി ആർജിക്കാനായിട്ട് സാധിക്കും. അത് അവൻ്റെ കരിയറിനെ, ഭാവിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ നന്നായി സഹായിക്കും. 2, ട്രെയിനിങ് ഇംപ്രൂവ്സ് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയി. നല്ല ട്രെയിനിങ് കിട്ടിയ ഒരാളാണെങ്കിൽ കൂടുതൽ പെർഫോം ചെയ്യും, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, കൂടുതൽ കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതാണ് നമ്മൾ കഴിഞ്ഞ പോർഷനകത്ത് ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റ്സിനകത്ത് നമ്മൾ പറയുകയുണ്ടായി. 3, ട്രെയിൻഡ് വർക്കർ ആർ ലെസ് പ്രോൺ ടു ആക്സിഡൻറ്റ്സ് ആസ് ദേ നോ ദ യൂസ് ഓഫ് വേരിയസ് സേഫ്റ്റി ഡിവൈസസ്. അപകട മേഖലകളെ തരണം ചെയ്യാൻ, അല്ലെങ്കിൽ അപകട മേഖലകൾക്ക് ഒഴിവാക്കാൻ അവന് കഴിയും. കാരണം അവന് കൃത്യമായുള്ള സേഫ്റ്റി മെഷേഴ്സ് അറിയാം, എങ്ങനെ ഡിവൈസസ് സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കണമെന്നറിയാം. അങ്ങനെ വരുന്ന സമയത്ത് അവന് അപകടം കുറയും. നമുക്കറിയാമല്ലോ, ഒരു സ്ഥാപനത്തിൽ അപകടം നടന്നാൽ വളരെ ഭാരിച്ച ചിലവുകളാണ് അതിൻ്റെ മേലുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏറെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതെല്ലാം ഒഴിവാക്കാനായിട്ട് സാധിക്കും. ട്രെയിനിങ് ഇൻക്രീസസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറൈൽ ഓഫ് ദി എംപ്ലോയി. നല്ല ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് എംപ്ലോയീസിൻ്റെ ഹൃദയത്തിൽ സന്തോഷവും, കാരണം ഞാനൊരു ജോലി വൃത്തിയായിട്ട് ചെയ്തു, ആ വൃത്തിയായിട്ട് ചെയ്തെന്നുള്ള സംതൃപ്തി എപ്പോഴും അവരെ ഭരിക്കും. അവർക്കൊരു സ്വയം അഭിമാനം തോന്നും, എനിക്കിത് പറ്റുമെന്നുള്ള ചിന്ത തോന്നും. ഇതൊക്കെ സാധിക്കുന്നത് നല്ല ട്രെയിനിങ് കൊണ്ടാണ്. അപ്പോൾ ട്രെയിനിങ് എന്താണ്? അതിന് 2 രീതിയിൽ ഓർഗനൈസേഷനും വ്യക്തിഗതമായി എംപ്ലോയിക്കും പ്രയോജനമുണ്ട്. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിച്ചു കാണിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഇത് കൂട്ടുകാർക്ക് പഠിക്കാനിടയാകട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.